മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. There is a solution in all problem. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പ്രശ്ന പരിഹാരവുമുണ്ട് അല്ലേ? ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് പറയുന്നതാണ് കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ തേടിയെത്തുന്നുണ്ടോ ആ തേടിയെത്തുന്ന പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ഉണ്ട്. അതായത് അതിനൊക്കെ ഒരു പ്രതിവിധിയുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സത്യമല്ലേ ഞാനീ പറയുന്നത്? പക്ഷെ ആ പ്രതിവിധി അത് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്, മറ്റൊരാളല്ല. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനും ആ പ്രശ്നങ്ങളെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതും അത് നമുക്ക് മാത്രമേ അറിയൂ. കാരണം നമ്മുടെ ലൈഫ് എന്താണെന്നും നമ്മൾ എന്താണെന്നും അത് പൂർണ്ണമായിട്ടും ഏറ്റവും ബോധ്യമുള്ളൊരു മനുഷ്യന് നമ്മൾ മാത്രമായിരിക്കും. എത്രയൊക്കെ നമുക്കൊരു പ്രിയപ്പെട്ട കൂട്ടുകാരനോ അല്ലെങ്കിൽ അത്രയും വലിയൊരു കമ്പാനിയൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, എന്തും തുറന്ന് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒരു ചെറിയ സ്പേസ് നമ്മൾ മാറ്റിയിടും. നമ്മുടെ ചില പോസിറ്റീവ്സോ നെഗറ്റീവ്സോ ഒന്നും, പ്രത്യേകിച്ച് പോസിറ്റീവ്സ് നമ്മൾ പറയുമല്ലേ, നെഗറ്റീവുകൾ അങ്ങനെ പറയാം. ചില നെഗറ്റീവുകൾ നമ്മൾ ആരോടും പറയാറില്ല, നമുക്ക് മാത്രം അറിയാവുന്ന എത്രയോ നെഗറ്റീവ്സ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുമ്പോഴും എനിക്ക് 100% എൻ്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും, ഞാനെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കും എനിക്ക് മാത്രമാണ്. എൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ എന്നോടൊപ്പം ഉള്ളവർക്കോ ഒന്നും എന്നെ അറിയില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് മനസ്സിലാക്കണം അല്ലേ? സത്യമല്ലേ ഞാനീ പറയുന്നത്? സോ അതാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ലൈഫിലേക്ക് എന്ത് പ്രശ്നം വന്നാലും അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതും അതെങ്ങനെ വന്നു എന്നുള്ളതും നമുക്ക് മാത്രമേ അറിയാവൂ. ആ പ്രശ്നത്തെ സോൾവ് ചെയ്യേണ്ട ജോലി നമുക്ക് മാത്രമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പണ്ട് നമ്മൾ കുട്ടിക്കാലത്തെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് സ്കൂളിൽ നിന്ന് ഹോംവർക്ക്സ് ആയിട്ട് തരും. ഹോംവർക്കാണ്. ആ പ്രോബ്ലം നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ചെയ്യും അല്ലേ? കണക്ക് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടെത്തും. സോ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഉണ്ട്. ലൈഫിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള ധാരണയല്ല, അത് അങ്ങനെയാണത്. അതൊരു മിഥ്യാധാരണയല്ല, ശരിയായിട്ടുള്ള ധാരണ മാത്രമാണ്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട്, അല്ലാതെ ജീവിതം മടുക്കാതെ വെറുക്കാതെ എൻജോയ് ചെയ്ത് മുന്നേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുകയാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂട്ടിനുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഷൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ Arun from Radio Lime with a freshness in വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. റേഡിയോ ലൈം.